ആ മന്ത്രവാദത്തിൻ്റെയൊക്കെ അടുത്തേക്ക് പൗരന്മാരാണ്. ഞെരുക്കം വരുമ്പോൾ, ക്ഷാമം വരുമ്പോൾ പൗരന്മാരുടെ അടുത്ത് പോകും. വീട്ടിൽ ഞെരുക്കം വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ ദൈവത്തെ അല്ല അന്വേഷിക്കുന്നത്, നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ ഇറങ്ങി വന്ന ഭവനത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, മറിച്ച് പൗരന്മാരുടെ അടുത്ത് പോകും. അങ്ങനെയുള്ള സ്വഭാവം നമ്മളുടെ ജീവിതത്തിലുണ്ട്. ഈ പൗരന്മാരുടെ അടുത്ത് പോയാൽ അവർ നമ്മളെ വിടുന്നത് ഈ പന്നിക്കൂട്ടിലേക്കാണ്. ഈ പന്നിക്കൂടിൻ്റെ തവിട് നമ്മൾ തിന്നേണ്ടി വരും. ചിലർ പന്നിയുടെ തവിട് തിന്നാലും മാനസാന്തരപ്പെടില്ല. പിതാവിൻ്റെ സ്വത്ത് നശിപ്പിച്ച് കളയരുത്. പിതാവിൻ്റെ സ്വത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ കൂദാശ, നമുക്ക് ലഭിച്ച ആത്മീയ പാരമ്പര്യം, നമ്മുടെ പൈതൃകം, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത പങ്കാളി, ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയ സമ്പത്താണ്. പിതാവിൻ്റെ സമ്പത്തെന്ന് പറഞ്ഞ വിശുദ്ധിയാണ്. ആ വിശുദ്ധി നീ നശിപ്പിച്ച് കളയരുത്. നശിപ്പിച്ചിട്ട് നീ തിരിച്ചു വരേണ്ടത് പിതാവിൻ്റെ അടുക്കിലേക്ക്. അവന് വിശന്നു എന്നാണ് പറയുക. അവന് വിശന്നപ്പോൾ അവൻ്റെ ഭവനത്തെക്കുറിച്ച് അവൻ ഓർത്തു. വിശപ്പ്, സ്നേഹത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, സെക്സിന് വേണ്ടിയുള്ള വിശപ്പൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വിശപ്പിൻ്റെ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവ് യേശു മിശിഹ വന്നിട്ട് ഒറ്റ കാര്യമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒറ്റ കാര്യമേ ഈശോ പഠിപ്പിച്ചിട്ടുള്ളൂ. പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഈശോ മിശിഹ പഠിപ്പിച്ചത് സ്വർഗരാജ്യത്തെക്കുറിച്ചാണ്. ഈശോ പറഞ്ഞു, നമ്മളിങ്ങനെയാണ് വായിക്കുക, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം തിരുവചനം. അപ്പോൾ മുതൽ ഈശോ പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോയെക്കുറിച്ച് സ്നാപക യോഹന്നാനും പ്രസംഗിച്ചതും ഇത് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അത് ഈശോയെക്കുറിച്ച് പറഞ്ഞ, ഈശോയാണ് സ്വർഗരാജ്യം. അപ്പോൾ ഭൂമിയിലേക്ക് ഈശോ മിശിഹ വന്നിട്ട് ഒറ്റ കാര്യമേ പഠിപ്പിച്ചിട്ടുള്ളൂ, അത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. മറ്റൊന്നിനെക്കുറിച്ചും ഈശോ മിശിഹ പഠിപ്പിച്ചിട്ടില്ല. സ്വർഗരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെ മറ്റെന്തുമുള്ളൂ. നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എടുത്തു നോക്കിയാൽ ഏകദേശം 65 സ്ഥലങ്ങളിൽ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയുക, സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് പറയുക. സ്വർഗരാജ്യം കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് സദൃശ്യമാണ്. സ്വർഗരാജ്യം ഇതാ ആരാണ് അവകാശമാക്കുക? നിത്യജീവൻ അവകാശമാക്കാൻ നിങ്ങൾ എന്തു ചെയ്യണം? സ്വർഗം സ്വന്തമാക്കാൻ എന്തു ചെയ്യണം? ഇതൊക്കെ ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ. സ്വർഗത്തെക്കുറിച്ചുള്ള പഠനമാണ് ഈശോ നമുക്ക് നൽകിയത്. സ്വർഗത്തെക്കുറിച്ചുള്ള ഈശോ രോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ, ലാസറിനെ ഉയർപ്പിച്ച സമയത്ത്, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തിയ സമയത്ത്, കണ്ണിന് കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുത്തപ്പോൾ, കേൾവിയില്ലാത്തവന് കേൾവി കൊടുത്തപ്പോൾ ഈശോ ചെയ്തത് ഒറ്റ കാര്യമുള്ളൂ, സ്വർഗരാജ്യം സ്ഥാപിക്കുക. എന്തുകൊണ്ടാണ് ഈശോ സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചത്? സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ഈശോ സ്വർഗത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ അംബ്രോസ് അച്ഛൻ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, അച്ഛൻ വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോയി. അച്ഛൻ ഒരുപാട് തവണ പോയിട്ടുണ്ടാവും. അച്ഛൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അച്ഛൻ സഞ്ചരിച്ചിട്ടുണ്ടാവണം. ഏതായാലും അച്ഛൻ വിശുദ്ധ നാട് കാണാനായിട്ട് ഇവിടെയുള്ള കുറച്ച് പേരുമായിട്ട് പോയെന്ന് വെക്കുക. പോയി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇവിടെ നിന്ന് പോയ ഈ പ്രസിദ്ധേന്തിമാർ, ഈ 2020 ആണല്ലോ, പ്രസിദ്ധേന്തിമാരുമായിട്ട് നിങ്ങൾ ആ കുടുംബമായിട്ട് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഇതൊക്കെ എത്ര മനോഹരമാണ്, വലിയൊരു അനുഭവമാണ്. നമ്മൾ വർണ്ണിച്ചാലും തീരില്ല. കാരണം നമ്മൾ അനുഭവിച്ചത്. ഇത് കേട്ടിരിക്കുന്നവർക്ക് അത് മനസ്സിലാവണം. അവരെല്ലാവരും എങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. ഇതുപോലെ ഈശോ സ്വർഗത്തിൽ നിന്ന് വന്നപ്പോൾ സ്വർഗത്തെക്കുറിച്ചല്ലാതെ ഈശോയ്ക്ക് സംസാരിക്കാനില്ല. സ്വർഗത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? പിതാവായ ദൈവമുണ്ട്, പുത്രനായ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവായ ദൈവമുണ്ട്. ഇപ്പോൾ ഈ ത്രിയേക ദൈവത്തെക്കുറിച്ചല്ലാതെ. അപ്പോൾ അതുകൊണ്ടാണ് ഈശോയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, വചനം മുഴുവനും വ്യാഖ്യാനിക്കുമ്പോഴും നമ്മൾ കാണുന്നതും പഠിക്കുമ്പോഴും നമ്മൾ കാണുന്നതും മറ്റൊന്നുമല്ല, ഈശോ കൂടെ പിതാവായ ദൈവത്തോട് സംസാരിക്കാനായി പോയി. എൻ്റെ പിതാവ് ചെയ്യുന്നതെല്ലാം ഞാനും ചെയ്യും.
എൻ്റെ പിതാവ് ഞാൻ ചെയ്യുന്നതെല്ലാം അറിയുന്നു, പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം. ഇതൊക്കെ ഈശോ പറയുമ്പോൾ ഒറ്റ കാര്യമോ ഈശോ ഉദ്ദേശിക്കുന്നുള്ളൂ, സ്വർഗം ഭൂമിയിൽ വരണം. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ പോലെ സ്വർഗം ഭൂമിയിലേക്ക് വരണം, സ്വർഗം ഭൂമിയിൽ ഉണ്ടാവണം, സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. എന്താണ് സ്വർഗത്തിൻ്റെ അനുഭവം? എന്താണ് സ്വർഗത്തിൻ്റെ അനുഭവം? സ്വർഗത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സ്വർഗത്തിൻ്റെ അനുഭവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്ന അവസ്ഥയാണ്. ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഒന്ന് ചേർന്നിരിക്കുന്ന പെർഫെക്റ്റ് യൂണിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ റിലേഷണാലിറ്റി, ബന്ധനോന്മുഖത, അതായത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വർഗത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുക. പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ ഇന്ന് ഇറങ്ങിപ്പോന്ന മക്കളെ തിരിച്ചു കൊണ്ടുപോയിട്ട് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ഈശോ പറയും, അപ്പാ ദേ ഇറങ്ങിപ്പോയ മക്കളെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതായിരുന്നു ഈശോയുടെ മനുഷ്യ അവതാര രഹസ്യത്തിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ദേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവരെയൊക്കെ ഞാൻ ഇതാ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു, ഇതാ നിൻ്റേതാണ്. അപ്പോൾ ഈശോ പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈശോ എന്തുകൊണ്ട്? അതുകൊണ്ട് ഈശോയ്ക്ക് സ്വർഗരാജ്യം അല്ലാതെ വേറെ ഒന്നുമില്ല സംസാരിക്കാൻ. സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ് വലിയൊരു അഭിഷേകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. സ്വർഗരാജ്യം മതി, സ്വർഗരാജ്യം മതി, സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി, സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടാൽ മതി, സ്വർഗത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ധ്യാനിച്ചാൽ മതി എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ വചനം, ഈശോ ജീവിച്ചപ്പോഴും ഈശോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസത്തേക്ക് അവൻ ദൈവരാജ്യത്തെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ് 6-ാമത്തെ വാക്യത്തിൽ, അങ്ങയുടെ രാജ്യം എപ്പോഴാണ് ആഗതമാകുന്നത്? അപ്പോൾ സ്വർഗരാജ്യമല്ലാതെ വേറൊരു കാര്യവും ഈശോയ്ക്ക് സംസാരിക്കാനില്ല. ഈ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുക, ഇതാണ് ഈശോ മിശിഹായുടെ ലക്ഷ്യം. സ്വർഗം എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കലാണ്. അപ്പോൾ നരകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് സിമ്പിളായിട്ട് ചിന്തിക്കാം. നരകം എന്ന് പറഞ്ഞാൽ എന്താ? നരകം എന്ന് പറഞ്ഞാൽ ഭിന്നിച്ചിരിക്കുക. ഡെവിൾ, സൈറ്റൻ എന്നുള്ള വാക്കിൻ്റെയൊക്കെ അർത്ഥം ഭിന്നത, സെപ്പറേഷൻ എന്നാണ് പറയുക. സെപ്പറേറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഒരു സെപ്പറേഷനാണ് ഇവിടെ നടക്കുക. പിശാച് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ എവിടെയെല്ലാം ഭിന്നതയുണ്ടോ, എവിടെയെല്ലാം കലഹങ്ങളുണ്ടോ, എവിടെയെല്ലാം ഭിന്നിച്ചിരിക്കുന്ന കുടുംബങ്ങളുണ്ടോ, അവിടെയെല്ലാം ആരാണ്? ദൈവരാജ്യമാണോ ഉള്ളത്, അല്ലെങ്കിൽ നരകരാജ്യമാണോ ഉള്ളത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നരകത്തിൻ്റെ അവസ്ഥയാണോ ഉള്ളത്? അപ്പോൾ ഈ ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരവസ്ഥ മനസ്സിലാക്കിയിട്ട് ഈ ഒരവസ്ഥയിൽ നിന്ന് മാറി വരാനായിട്ട് നമുക്ക് നൽകുന്ന, എങ്ങനെയാണ് നമുക്ക് ഈ അവസ്ഥ, ഭിന്നതയുടെ അവസ്ഥയിൽ നിന്ന് മാറി സ്വർഗരാജ്യത്തിൻ്റെ ഒന്നിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ സാധിക്കുക? അതിനാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൂദാശകൾ. അതാണ് കൂദാശകളുടെ അടിസ്ഥാനം. ഈശോ മിശിഹ കൂദാശകൾ സ്ഥാപിച്ചതിൻ്റെ അടിസ്ഥാനം ഇത്. ഈ ഒരു ഐക്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുക, സ്വർഗത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുക എന്നുള്ള കുമ്പസാരം, അതൊരു വലിയൊരു കൂദാശയാണ്. അതിലൂടെ നമ്മുടെ പാവങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ അനുതപിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. കുമ്പസാരം നമ്മളൊക്കെ ആരും കുമ്പസാരിക്കാൻ മടിക്കരുത്. കുമ്പസാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്നെ കുമ്പസാരത്തിൻ്റെ ഒരു അനുഭവം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പള്ളിവക സ്കൂളിൽ നിന്ന് ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റപ്പെട്ടു. ഞാൻ സ്കൂള് പറയണില്ല, പിന്നീട് നിങ്ങൾ ആളെ കണ്ടുപിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്കൂളിലേക്ക് മാറ്റപ്പെട്ട സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്, ടീച്ചർ ഒരു ദിവസം പറയുകയാണ്, കോമ്പോസിഷൻ എഴുതണം. രചന എന്ന് പറഞ്ഞ് പണ്ട് ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. ഞാൻ സ്കൂളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾ, അന്നുമില്ല ഇന്നുമില്ല. അപ്പോൾ ഏതായാലും ആ സ്കൂളിലുള്ള ഒരു രീതിയാണ് രചന, കോമ്പോസിഷൻ എഴുതുക. എനിക്ക് ഞാനിങ്ങനെ ഇതുമായിട്ട് വീട്ടിൽ ചെന്നു. ആരോടിത് ചോദിക്കും? വീട്ടിൽ ആരുമില്ല ചോദിക്കാൻ.
ഞാൻ തൊട്ടടുത്ത് ട്യൂഷൻ എടുക്കുന്ന ഒരു ചേച്ചിയുണ്ട്, സിന്ധു എന്നാണ് ആ ചേച്ചിയുടെ പേര്. ചേച്ചിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇതൊന്ന് ഒന്ന് എഴുതി തരാമോ കോമ്പോസിഷൻ? ചേച്ചി പറഞ്ഞു, എഴുതി തരാനൊന്നും പറ്റിയൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം, നീ എഴുതിയെടുത്തു. ഇങ്ങനെ ഞാനിത് ടീച്ചർ പറഞ്ഞു തന്നതല്ല, ആ ട്യൂഷൻ ടീച്ചർ പറഞ്ഞു തന്നതെല്ലാം ഞാൻ മലയാളത്തിൽ എഴുതിയെടുത്തു. മലയാളത്തിൽ എഴുതിയെടുത്തിട്ട് അത് പുസ്തകത്തിൽ, കോമ്പോസിഷൻ പുസ്തകത്തിൽ ഡിക്ഷണറി നോക്കി, ആദ്യമായിട്ട് ഡിക്ഷണറി തുറക്കുക. എന്നിട്ട് അത് നോക്കി ഞാൻ ഇതെല്ലാം വാക്കുകളൊക്കെ അതേപോലെ പകർത്തിയൊക്കെ വെക്കാനായിട്ട് ശ്രമിച്ചു. എനിക്ക് മനസ്സിലായ രീതിയിലൊക്കെ ഞാൻ എഴുതി വെച്ച് ഇതും കൊണ്ട് സ്കൂളിൽ ചെന്നു. സ്കൂളിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പയ്യൻ, അടുത്ത് തന്നെ ഇരിക്കുന്ന പയ്യൻ എന്നോട് പറഞ്ഞു, എടാ ഞാൻ കോമ്പോസിഷൻ എഴുതിയിട്ടില്ലെങ്കിൽ ടീച്ചർ പിടിക്കാൻ സാധ്യതയുണ്ട്, തല്ലാൻ സാധ്യതയുണ്ട്, നീ ഒരു കാര്യം ചെയ്യോ, ഈ കോമ്പോസിഷൻ എനിക്കൊന്ന് കാണിച്ചു തരും. ഞാൻ പറഞ്ഞു, കാണിച്ചു തരില്ല, കോപ്പി അടിച്ച് പിടിക്കണ കാര്യത്തിന് ഞാൻ തയ്യാറല്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല, എൻ്റേതായ രീതിയിൽ ഞാൻ തെറ്റുവരുത്തി എഴുതിക്കോളാം. അപ്പോൾ അവസാനം അവൻ എന്നെ നിർബന്ധിച്ച് ഞാൻ ഈ പുസ്തകം കൊടുത്തു. അവൻ ആ പുസ്തകം നോക്കി കോമ്പോസിഷൻ അങ്ങനെ തന്നെ എഴുതി, അവൻ്റേതായ രീതിയിൽ എഴുതി. ഞാൻ അവനോട് ഒരു എഗ്രിമെൻറ്റിലാണ് ഇതിനെ സമ്മതിച്ചത്, മറ്റൊന്നുമല്ല. ഏതെങ്കിലും കാരണവശാൽ ടീച്ചർ പിടിക്കുകയാണെങ്കിൽ പറയണം, പ്രിൻസാണ് ശരിക്കും എഴുതിയത്, ഞാൻ ഇങ്ങനെ അവൻ്റെ നോക്കി എഴുതിയതാണെന്ന് പറഞ്ഞോളാം. അപ്പോൾ അവൻ അത് എഗ്രി ചെയ്തിട്ടാണ് ഞാൻ ഇത് കൊടുത്തത്. 2 ദിവസം കഴിഞ്ഞത് ഇപ്പോൾ സംഭവിച്ചതുപോലെ, ഞാൻ പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചു. കാരണം എന്താണെന്നറിയോ? ഈ ടീച്ചർ വിളിച്ചു. ഞങ്ങളുടെ ടീച്ചറെന്ന് പറഞ്ഞാൽ സാവത്രി അമ്മയെന്നാണ് ടീച്ചറുടെ പേര്. വളരെ മനോഹരമായി ഞങ്ങളെ പഠിപ്പിക്കുകയും ഒരമ്മയെപ്പോലെ ഞങ്ങളെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന, ഞങ്ങളെ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞ ഒരു കുട്ടി വന്ന് ക്ലാസ്സിൽ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റാഫ് റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ നീ പറഞ്ഞോളണോട്ടോ. എനിക്ക് ടെൻഷനായി. പിന്നെ ഞാൻ അവിടെ ചെല്ലുക. ഞങ്ങൾ 2 പേരും സ്റ്റാഫ് റൂമിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ടീച്ചർ മാത്രമേ ഉള്ളൂ. ടീച്ചറിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്, മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിങ്ങനെ ഇരിക്കുക, നീളമുള്ള മുടിയാണ്, ഇങ്ങനെ അഴിച്ചിട്ടിങ്ങനെ ഇരിക്കുക. ഞാൻ പറയണില്ല അത് ഏത് രൂപമാണെന്ന് പറയണില്ല. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഇരിക്കുക. ടീച്ചർ ഇവിടെ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചു. ഭയത്തോടെയാണ്, വിറയലോടെയാണ് ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ ടീച്ചർ ഈ പുസ്തകം 2 എടുത്ത് ഇങ്ങനെ വെച്ചു. എൻ്റെ പുസ്തകത്തിലേക്ക് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ഇതിലും ഭേദം ചുവന്ന വരയിട്ട പേപ്പറിൽ എഴുതുന്നതായിരുന്നു. കാരണം പൊട്ടത്തെറ്റ, എല്ലാത്തിൻ്റെ അടിയിൽ ചുവന്ന വരയാണ്, എല്ലാത്തിനും തവള പെറ്റതുപോലെ അക്ഷരത്തെറ്റുണ്ട്. ടീച്ചർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മണ്ട നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? കാര്യം കഴിഞ്ഞു, ഇംഗ്ലീഷ് അറിയില്ല. ടീച്ചർ കുറേ വഴക്ക് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നവൻ്റെ പേര് ഞാൻ പറയണില്ല, അവനെ നോക്കിക്കൊണ്ട് അവൻ്റെ പേര്, എടാ മരമണ്ട, ഈ മണ്ടൻ്റെ നോക്കി എഴുതാൻ നീ ഇത്ര മരമണ്ടനായി പോയല്ലോ. എനിക്ക് സന്തോഷമായത് അപ്പോഴാണ്. എന്താ കാര്യം എന്നറിയോ? ഞാൻ കോപ്പി അടിച്ചിട്ടില്ല എന്ന് ടീച്ചറിന് മനസ്സിലായല്ലോ, അവനാണ് മരമണ്ടൻ എന്ന് മനസ്സിലായി. അതെനിക്ക് വലിയൊരു അറിവാണ്. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരുന്നു. ടീച്ചർ എന്നാ ചെയ്തതെന്നറിയോ? ടീച്ചർ കുറേ ചീത്ത പറഞ്ഞിട്ട് ഈ പുസ്തകം 2ഉം ഇങ്ങനെ വലിച്ച് കീറി ചവറ്റുകൊട്ടയിലിട്ടു. എന്നിട്ട് അലമാരി തുറന്ന് 2 കോമ്പോസിഷൻ പുസ്തകം എടുത്തിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഹാരിസ് എന്ന് പറയുന്ന പയ്യൻ്റെ, അവൻ്റെ പേര് പറയുന്നതിൽ എനിക്ക് മടിയില്ല, അവൻ ഇന്ന് എൻജിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഹാരിസ് എന്ന് പറയുന്ന പയ്യൻ അവൻ്റെ പുസ്തകം എടുത്തിട്ട് തന്നിട്ട് പറഞ്ഞു, നോക്കി എഴുത്. പ്രിയമുള്ളവരെ, കുമ്പസാരം എന്ന് പറഞ്ഞാൽ ഇതാ. കുമ്പസാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റുകൾ വന്ന നമ്മുടെ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ കൊടുത്തു കഴിയുമ്പോൾ അതെല്ലാം കീറിക്കളഞ്ഞിട്ട് ഒരു പുതിയ പുസ്തകം സമ്മാനിക്കുക. നീ ഇനി പുതിയ ജീവിതം ആരംഭിക്കുക എന്ന് പറഞ്ഞ് ഒരു ജീവിതം ആരംഭിക്കാനായിട്ട് വിശുദ്ധരുടെ ജീവിതത്തിൻ്റെ മാതൃകകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിലെ മാതൃകകളോ കാണിച്ചു തന്നിട്ട് പറയാം, നീ ഇത് ജീവിക്കുക എന്ന് പറഞ്ഞ് നമ്മളെ പുതുജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവമാണ് കുമ്പസാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു അനുഭവത്തിലേക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, സ്വർഗരാജ്യ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് വേണ്ട ഇദംപ്രദമായ കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ മാനസാന്തരപ്പെടണം. അതുകൊണ്ടാണ് ഈശോ പ്രസംഗിച്ചു തുടങ്ങിയ സമയത്ത് ഈശോ പറയുന്നു, അപ്പോൾ മുതൽ ഈശോ പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗം
നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരണമെങ്കിൽ, സ്വർഗസമാനമായി നമ്മുടെ ഭവനം മാറണമെങ്കിൽ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എപ്രകാരം ഒന്നു ചേർന്നിരിക്കുന്നുവോ അതേ അനുഭവം എൻ്റെ കുടുംബത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ഹോൾ എംബ്രൈസിങ് യൂണിറ്റി എന്ന് പറഞ്ഞ പരസ്പര ആലിംഗനത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: മാനസാന്തരപ്പെടണം. മാനസാന്തര അനുഭവത്തിലേക്ക് ആദ്യം വരണം. അതിന് നമുക്ക് ഒരുപാട് മോഡലുകളുണ്ട്. നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഹെറോദോസിൻ്റെ മോഡലിൽ ജീവിക്കുന്ന പലരും ഉണ്ട്. ഹെറോദോസിൻ്റെ മോഡലിൽ ജീവിക്കുക. ഹെറോദോസ് എന്താ ചെയ്തത്? സ്നാപയോഹന്നാൻ്റെ വചനത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. സ്നാപയോഹന്നാൻ പ്രവാചകനാണെന്ന് അദ്ദേഹം കരുതിയിരുന്നു. അദ്ദേഹത്തിന് വേണ്ട സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തെ കേൾക്കാൻ മനസ്സ് കാണിച്ചിരുന്നു. ഇതെല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഒരു നിർണായക നിമിഷം വന്നപ്പോൾ ഈ ഹെറോദിയയുടെ മകളുടെ ആ നൃത്തം കണ്ടു കഴിഞ്ഞപ്പോൾ നാട്ടുകാരെ വിചാരിച്ച് തൻ്റെ സ്ഥാനത്തെ മാനിച്ച് വചനത്തെ മറന്നു കളഞ്ഞ സ്നാപയോഹന്നാനെ കൊലക്ക് കൊടുത്തു. ചിലരിങ്ങനെയാണ്. ഈ ഹെറോദിസിൻ്റെ ഹെറോഡിൻ്റെ മോഡലിലാണ് പലപ്പോഴും നമ്മുടെ മാനസാന്തരം. എങ്ങനെയാണെന്നറിയോ? വചനമൊക്കെ ഇഷ്ടമാണ്, വചനമൊക്കെ കേട്ടുകൊണ്ട് ഇരിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ നിർണായക നിമിഷം വരുമ്പോൾ, ഒരു പാപത്തിനൊരു സാഹചര്യം വരുമ്പോൾ അത് ചെയ്യും, അത് തിരഞ്ഞെടുക്കും. അതൊരു മോഡലാണ്. രണ്ടാമത്തെ ഒരു മോഡലെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റിയൊരു മോഡൽ അഹറോൻ്റെ മോഡൽ. എന്താണ് ഈ അഹറോൻ്റെ മോഡൽ എന്ന് പറയുന്നത്? അഹറോൻ ചെയ്തത് എന്താണ്? അഹറോൻ്റെ മോഡലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മോശ മലയിലേക്ക് ദൈവം വിളിച്ച പ്രകാരം പ്രാർത്ഥിക്കാൻ പോയപ്പോൾ മോശ വളരെ വിശ്വസ്തയോടെ അഹറോനെ ഏൽപ്പിച്ചിട്ട് പോയതാണ് ദൈവജനത്തെ. അഹറോൻ മോശയുടെ ജ്യേഷ്ഠനാണ്. അവർ 3 മക്കൾ: അഹറോൻ, മിരിയാം, മോശ. ഇങ്ങനെ 3 മക്കളുണ്ട്. ഈ 3 മക്കളിൽ മൂത്തതാണ് അഹറോൻ. അഹറോനെ ഈ മോശയെ സഹായിക്കാനായിട്ട് ദൈവം നൽകിയതാണ്. ഈ അഹറോൻ എന്ത് ചെയ്തു? ദൈവജനത്തെ ഏൽപ്പിച്ചിട്ട് മോശ മലയുടെ മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും അഹറോനോട് ചോദിച്ചു, എന്തു പറ്റി? അവരിപ്പോൾ വരും? എവിടെയാണ് അവരിപ്പോൾ വരുമെന്നല്ലേ പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പോൾ അവരെല്ലാവരും കൂടി ഈ അഹറോൻ്റെ നേരെ തട്ടിക്കയറിക്കൊണ്ട് ചോദിച്ചു. അഹറോൻ പുരോഹിതനാണ്, അഹറോനാണ് ഉത്തരവാദിത്വം, ഈ ദൈവജനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവത്തെ ഉണ്ടാക്കി തരിക, ഞങ്ങൾക്ക് ആരാധിക്കാൻ. കാരണം മറ്റുള്ളവരെല്ലാവരും ഇത് കണ്ടില്ലേ, അവരുടെ ഉത്സവങ്ങൾ കണ്ടില്ലേ, എന്താഘോഷം! പടക്കമുണ്ട്, വെടിക്കെട്ടുണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഗാനമേളയുണ്ട്. ഇതൊക്കെ നമുക്കും വേണം. അല്ലെങ്കിൽ എന്തിനു കൊള്ളാം? നമ്മുടെ ഉത്സവങ്ങളൊക്കെ ഇതുപോലെ ആയില്ലെങ്കിൽ എപ്പോഴും പ്രാർത്ഥിച്ചിരിക്കുന്നതാണ്, ധ്യാനം നടത്തുന്നതാണ്, കൺവെൻഷൻ നടത്തുന്നതാണ്. അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. മോശയുടെ കൺവെൻഷനൊന്നും ഞങ്ങൾക്ക് ഇനി പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു ദൈവത്തെ വേണം, ഞങ്ങൾക്ക് ഇപ്പോൾ ആഘോഷിക്കണം, ഇപ്പം തന്നെ വേണം. ഈ അഹറോൻ എന്ത് ചെയ്തു? പുറപ്പാടിൻ്റെ പുസ്തകം 32 ഈ പറയുന്നത്. അഹറോൻ അവർക്ക് അവരുടെ ആഭരണങ്ങൾ കൊണ്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ ദൈവം. കാളക്കുട്ടി ജീവനില്ലാത്ത ഒരു സ്വർണ്ണ നിർമ്മിതമായ കാളക്കുട്ടി. അത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന മാത്രം. തനിയെ ഉയരുകയും തനിയെ താഴുകയും ചെയ്യില്ല. ഇതൊരു മനോഭാവമാണ്. അവർ ആഗ്രഹിക്കുമ്പോൾ ഉയരുകയും അവർ താഴ്ത്തുമ്പോൾ താഴ്ത്തുകയും ചെയ്യുന്ന, അവരുടെ ഇഷ്ടത്തിനൊത്ത് നീങ്ങുന്ന ഒരു ദൈവത്തിന് വേണ്ടി അവർ മല്ലടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കാളക്കുട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനൊത്ത്, ഇംഗിതത്തിനൊത്ത് തുള്ളിച്ചാടുന്നൊരു ദൈവത്തെ അവർക്ക് വേണം. ആ ഒരു ദൈവത്തിന് വേണ്ടി അവർ പരിശ്രമിച്ചു. ആ ദൈവത്തെ അവർക്ക് ലഭിച്ചു. അവർ കാളക്കുട്ടിയുമായിട്ട് ഇങ്ങനെ ആടിപ്പാടി നടക്കുക. മോശ 40 ദിവസത്തെ കർത്താവുമായിട്ടുള്ള സംസാരം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇത് യുദ്ധകാഹളമാണോ? അല്ല, ദൈവജനം പാപം ചെയ്തിരിക്കുന്നു. ഇറങ്ങി വരിക. കാണുന്ന കാഴ്ച എന്താ? മോശ ജനത്തിൻ്റെ അഴിഞ്ഞാട്ടം കണ്ടു. തനി അഴിഞ്ഞാട്ടമാണ്. ദൈവത്തെ മറന്നിട്ട് 1-ാം പ്രമാണ ലംഘനം നടത്തിയിരിക്കുക. ആദ്യം തന്നെ പ്രമാണം നൽകിയ ആ നിമിഷം തന്നെ അത് ലംഘിച്ച് ഇസ്രായേൽ ജനത പാപം ചെയ്തു. അഹറോൻ അതിന് കൂട്ടുനിന്നു. എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. ഇടിച്ച് കലക്കി പൊടിച്ച് അത് വെള്ളത്തിൽ കലക്കി അവരെ കൊണ്ട് കുടിപ്പിച്ചു. മോശ അത്ര ദേഷ്യം ഉണ്ടായിരുന്നു മോശയ്ക്ക്. അതൊക്കെ നമ്മൾ കാണുന്ന.
ഇവിടെ അഹ്റോൻ്റെ റോൾ എന്താണ്? അഹ്റോൻ എന്താ സംഭവിച്ചത്? അഹ്റോന് മോശയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, പക്ഷേ ദൈവവുമായിട്ട് അഹ്റോന് ബന്ധമുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ചില മോഡലുകളാണ് കേട്ടോ, നമ്മുടെ മാനസാന്തരത്തിൻ്റെ ചില മോഡലുകളാണ്. ചിലർക്ക് ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞാൽ ദൈവവുമായിട്ട് ബന്ധം ഉണ്ടാവില്ല, പക്ഷേ ധ്യാന ഗുരുക്കന്മാരും ധ്യാന പ്രസംഗങ്ങളുമായിട്ടും ധ്യാന കേന്ദ്രങ്ങളുമായിട്ടും ധ്യാന മന്ദിരങ്ങളുമായിട്ട് ബന്ധമുണ്ടാവും, ദൈവവുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ബന്ധമില്ലാത്തൊരവസ്ഥ. ഇതാണ് അഹ്റോൻ്റെ മോഡൽ എന്ന് പറയുക, അഹ്റോൻ്റെ മോഡൽ. ഇനി വേറൊരു മോഡലാണ്, നമ്മൾ കാണുന്ന ഒരു മോഡലാണ് ധൂർത്തപുത്രൻ്റെ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ, ലൂക്കായുടെ സുവിശേഷം നമ്മളിത് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഈ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു. 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ് ധൂർത്തപുത്രൻ ചെയ്യുന്ന കാര്യം എന്താ? അവൻ പിതാവിൻ്റെ സ്വത്തെല്ലാം മേടിച്ച് അവൻ പോയി അവൻ്റെ രീതിയിൽ അവൻ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ഇങ്ങനെ ജീവിച്ചു വരുന്ന സമയത്ത് ഒരു വലിയൊരു കാര്യം അവന് സംഭവിച്ചു. വലിയ കാര്യം സംഭവിക്കുന്നത്, അവന് അവിടെ വലിയ ക്ഷാമമുണ്ടായി. അവൻ്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു, ധൂർത്തടിച്ചു, കയ്യിലുള്ള ഞെരുക്കമുണ്ടായപ്പോൾ അവൻ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. ഇങ്ങനെയാണ് വചനം പറയുന്നത്, ഞെരുക്കമുണ്ടായപ്പോൾ അവർ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. പൗരൻ്റെ അടുത്ത് അഭയം തേടി. ഞെരുക്കമുണ്ടായപ്പോൾ ആ പൗരൻ എങ്ങോട്ടാണ് ഈ ധൂർത്തപുത്രനെ അയച്ചത് എന്ന് നമ്മൾ ചിന്തിക്കണം. ധൂർത്തപുത്രനെ അയച്ചത് പന്നിക്കൂട്ടിലേക്കാണ് നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെയാണ് ചിന്തിക്കുക. ധൂർത്തപുത്രന് വലിയ കഷ്ടപ്പാടുണ്ടായി, ദുഃഖമുണ്ടായി, കാരണം എല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ട് അവൻ എത്തിച്ചേരുന്നത് പൗരൻ്റെ അടുക്കൽ. പിതാവിൻ്റെ അടുക്കലേക്ക് പോകാതെ പൗരൻ്റെ അടുക്കൽ അഭയം തേടി. പിതാവിൻ്റെ ഊട്ടുമേശയിലേക്ക് പോകാതെ പൗരൻ കാണിച്ചു കൊടുത്ത പന്നിക്കൂട്ടിലേക്ക് പോയി. പന്നി തിന്ന തവിട് അതെങ്കിലും കിട്ടുമെന്ന്, അതുപോലും കിട്ടിയില്ല. പന്നിയുടെ തവിട് പോലും ഇവന് ലഭിച്ചില്ല എന്നാണ് വചനം പറയുക. പന്നിയുടെ തവിട് പോലും ലഭിച്ചില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? പന്നിയുടെ തവിട് പോലും ഇവന് ലഭിച്ചില്ല. പ്രിയമുള്ളവരെ, നമുക്കും ഇത് ചിലർ ഇങ്ങനെയാണ്. ചിലർക്ക് ചില അടി കിട്ടിയാൽ മാത്രമേ, ചില അടിച്ച് പൊളിച്ചിങ്ങനെ ജീവിച്ചു പോകും. കുടിയാണെങ്കിൽ കുടി, അതിങ്ങനെ കുടിച്ചു പോകും. സിഗരറ്റ് ആണെങ്കിൽ സിഗരറ്റ്, മയക്കുമരുന്ന്, ഒരു അടി കിട്ടണം. ചിലപ്പോൾ അത് മാരകമായ രോഗത്തിൻ്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള, ഒന്നല്ലെങ്കിൽ പോലീസിൻ്റെ പിടിയിൽപ്പെട്ടാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസിൽപ്പെട്ട. പരസ്യമായി നാണം കെടാതെ ഒരു മാനസാന്തരവും സംഭവിക്കില്ല. അങ്ങനെ പോകുന്നവരുണ്ട്. പരസ്യമായിട്ട് മാനം കെടണം, എന്നാലേ മാനസാന്തരം സംഭവിക്കൂ. അങ്ങനെയുള്ളവരാണ് അവർ. പന്നിക്കൂടിനെ സ്നേഹിക്കുന്നവരാണ്. പന്നിക്കൂട്, പൗരൻ അയക്കുന്നത് പന്നിക്കൂട്ടില്ല. നമ്മൾ പൗരന്മാരുടെ അടുത്ത് പോകും. കണ്ട ജ്യോത്സ്യത്തിൻ്റെയും കണ്ട മന്ത്രവാദത്തിൻ്റെയും അടുത്തേക്ക് പൗരന്മാരാണ്. ഞെരുക്കം വരുമ്പോൾ, ക്ഷാമം വരുമ്പോൾ പൗരന്മാരുടെ അടുത്ത് പോകും. വീട്ടിൽ ഞെരുക്കം വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ ദൈവത്തെ അല്ല അന്വേഷിക്കുന്നത്, നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ ഇറങ്ങി വന്ന ഭവനത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, മറിച്ച് പൗരന്മാരുടെ അടുത്ത് പോകും. അങ്ങനെയുള്ള സ്വഭാവം നമ്മളുടെ ജീവിതത്തിലുണ്ട്. ഈ പൗരന്മാരുടെ അടുത്ത് പോയാൽ അവർ നമ്മളെ വിടുന്നത് ഈ പന്നിക്കൂട്ടിലേക്കാണ്. ഈ പന്നിക്കൂടിൻ്റെ തവിട് നമ്മൾ തിന്നേണ്ടി വരും. ചിലർ പന്നിയുടെ തവിട് തിന്നാലും മാനസാന്തരപ്പെടില്ല. പിതാവിൻ്റെ സ്വത്ത് നശിപ്പിച്ച് കളയരുത്. പിതാവിൻ്റെ സ്വത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ കൂദാശ, നമുക്ക് ലഭിച്ച ആത്മീയ പാരമ്പര്യം, നമ്മുടെ പൈതൃകം, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത പങ്കാളി, ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയ സമ്പത്താണ്. പിതാവിൻ്റെ സമ്പത്തെന്ന് പറഞ്ഞ വിശുദ്ധിയാണ്. ആ വിശുദ്ധി നീ നശിപ്പിച്ച് കളയരുത്. നശിപ്പിച്ചിട്ട് നീ തിരിച്ചു വരേണ്ടത് പിതാവിൻ്റെ അടുക്കിലേക്ക്. അവന് വിശന്നു എന്നാണ് പറയുക. അവന് വിശന്നപ്പോൾ അവൻ്റെ ഭവനത്തെക്കുറിച്ച് അവൻ ഓർത്തു. വിശപ്പ്, സ്നേഹത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, സെക്സിന് വേണ്ടിയുള്ള വിശപ്പൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വിശപ്പിൻ്റെ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചാണ്. വിശന്നു കഴിയുമ്പോൾ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിക്കണം. ഈശോയ്ക്ക് വിശന്നു, അപ്പോൾ പിശാച് വന്നിട്ട് പറഞ്ഞു കല്ല് അപ്പമാക്കാൻ പറഞ്ഞു. ഈശോയ്ക്കുണ്ടായ ഒരു പ്രലോഭനമാണ്. എന്ന് പറഞ്ഞാൽ മാംസത്തെ, നിൻ്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്താനുള്ള പ്രവണത പിശാച് നമുക്ക് തരും. അപ്പോൾ ഈ വിശപ്പ് നമ്മൾ ഏതാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട്
സ്വർഗീയ ഭവനത്തെക്കുറിച്ച്, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് സ്വർഗീയ ഭവനത്തെക്കുറിച്ചുള്ള ചിന്ത. അപ്പോൾ ഈ ധൂർത്തപുത്രൻ്റെ ഒരു മോഡല് എന്ന് പറയുന്നത് ഞെരുക്കം വരുമ്പോൾ പന്നിക്കൂട് തേടിപ്പോവും. പൗരം കാണിച്ചു തരുന്ന പന്നിക്കൂട് തേടി നന്നായിട്ടൊക്കെ ജീവിക്കും, ശരിയാണ്. പക്ഷേ എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വന്നാൽ അപ്പം തന്നെ ദൈവത്തെ പഴി പറഞ്ഞ് ദൈവത്തെ വിട്ടുപേക്ഷിച്ച് പോകും. അത് നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളാണ്, ജീവിതാനുഭവങ്ങൾ. ആ ഒരു മാർഗം നമ്മൾ മാറ്റണം. പിന്നീട് നമ്മൾ കാണുന്നൊരു വ്യക്തിത്വമാണ് ധനികനായ യുവാവിൻ്റെ ഒരു മോഡൽ നമുക്ക് കാണാം. ധനികനായ യുവാവ് വന്നിട്ട് ഈശോയോട് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പറയുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നല്ലവനായ ഗുരുവേ. ഈശോ പറഞ്ഞു, നല്ലവൻ ആരാണ്? നല്ലവൻ ഒരുവൻ മാത്രം. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? നീ കൽപ്പനകൾ പാലിക്കുക. അവൻ പറഞ്ഞു, ഞാൻ കൽപ്പനകൾ പാലിച്ചിട്ടുണ്ട്. എന്നാൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അവൻ ദുഃഖത്തോടെ മടങ്ങിപ്പോയി. മാനസാന്തരത്തിനുള്ള ആഗ്രഹമുണ്ട്, ദൈവത്തോട് അടുക്കണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ശക്തമായി തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഈ ധനികനായ യുവാവിൻ്റെ മോഡലെന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ യൂദാസിൻ്റെ ഒരു മോഡലിനെ നമ്മൾ കാണും. യൂദാസിൻ്റെ മോഡലെന്ന് പറയുന്നത് എന്താ? യൂദാസ് ഈശോയുടെ കൂടെ നടന്നു, വചനം കേട്ടു. എല്ലാവരും വിചാരിച്ചു, എന്താണ്? യൂദാസ് ദൈവത്തിൻ്റെ കൂടെയാണല്ലോ, ഈശോയുടെ കൂടെയാണല്ലോ. എല്ലാവരും കൊതിച്ചു, കൂടെ നടക്കാനായിട്ട് കൊതിച്ചു. അവൻ ഇപ്പോൾ നന്മ ചെയ്യുകയായിരിക്കാം, അവൻ വിശുദ്ധിയിലായിരിക്കാം, അവൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കാം, അവൻ പങ്കുവയ്ക്കുന്നവനായിരിക്കാം എന്ന് യൂദാസിനെ കുറിച്ച് ചിന്തിച്ചു. പക്ഷേ യൂദാസിൻ്റെ മനസ്സോ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നതിലും ഒറ്റ കാശിലുമായിരുന്നു. അങ്ങനെ അവൻ പാപം ചെയ്തു. പ്രിയമുള്ളവരെ, ഇതാരും അറിയാത്തൊരു പാപത്തിൻ്റെ മേഖലയാണ്. പുറമെ കാണുമ്പോൾ എല്ലാമുണ്ട്. ഞാൻ എപ്പോഴും വചനം പറയുമ്പോൾ എൻ്റെ പിഴ ഇതെനിക്ക് തന്നെയുള്ള ഒരു വലിയൊരു പാഠമായിട്ടാണ് കാണുന്നത്. എനിക്ക് തന്നെ എൻ്റെ ഒരു ധ്യാനമാണ്. ഞാനും ധ്യാനിച്ചു പോകുക. ഇങ്ങനെയാണ്. യൂദാസിൻ്റെ പോലെ ആവരുത്. കൂടെ നടക്കണുണ്ട്, അവൻ പറയണ കാര്യമൊക്കെ കേൾക്കണുണ്ട്, പ്രസംഗിക്കണുണ്ട്, വചനം പറയണുണ്ട്, ആൾക്കാരെ കാണുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ശ്രദ്ധ എവിടെയാണ്? എപ്പോഴും നമ്മൾ ആത്മശോധന ചെയ്യണം. നമ്മളെവിടെയാണ്? ഈ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് ഈശോ നമ്മളെ വിളിക്കുകയാണ്. ഇതിനു വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമ്മളെ തന്നെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ്. നല്ലവനായ ദൈവമേ, നല്ലവനായ തമ്പുരാനെ, നീ നൽകിയ വലിയ ദാനമാണ് സ്വർഗരാജ്യം. ഈ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തെ വിട്ടെറിഞ്ഞ് നരകത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കരുതി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളെ തന്നെ ആത്മശോധന ചെയ്യുമ്പോൾ ഇതാ മനസ്സിലാക്കുന്നു, ഞങ്ങൾ പലപ്പോഴും വിശ്വാസത്തിൻ്റെ ത്യാഗത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന അഹ്റോനെ പോലെ ആയിട്ടുണ്ട്. നിർണായക നിമിഷത്തിൽ കർത്താവിനെ ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട്, വിട്ടുപോയിട്ടുണ്ട്. യൂദാസിനെ പോലെ കൂടെ നടന്നിട്ടും ഞങ്ങൾ അവിടുത്തെ ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ദ്രവ്യാഗ്രഹത്തിൻ്റെ മേഖലകളിൽ ധൂർത്തനായ പുത്രൻ്റെ പോലെ അങ്ങയുടെ വിശുദ്ധി മുഴുവനും ഞങ്ങൾ ശവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പന്നി തിന്നുന്ന തവിട് പോലെ കിട്ടാതെ അലഞ്ഞിട്ടുണ്ട്. ഓ ദൈവമേ, ധനികനായ മനുഷ്യൻ്റെ പോലെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സ്വർഗത്തിൽ എത്തിച്ചേരാൻ. പക്ഷേ ശക്തമായ തീരുമാനങ്ങൾ ഞങ്ങൾക്കില്ല. ഞങ്ങളെ നീ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ നന്മകൾ ഓർക്കാം. നമുക്ക് നൽകിയ നന്മകളെ ഓർത്ത് എപ്പോഴും നന്ദി പറയണം. നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ വചനം കേട്ടില്ലേ? വചനത്തിൽ ഇങ്ങനെയാണ് ധ്യാനിച്ചത്, നമുക്ക് നൽകിയ നന്മകളെക്കുറിച്ച് നന്ദി പറയാതിരുന്നത് നിമിത്തം അവർ ശരീരങ്ങളെ ഭോഗാസക്തികളോടുകൂടി വിട്ടുകൊടുത്തു. ലഭിച്ച നന്മകൾക്ക് നന്ദി പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട ജോയ്സൺ അച്ഛൻ നമ്മളെ ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നന്ദി പറയുക, എല്ലാ കാര്യത്തിനും കൃതജ്ഞത പ്രകാശിപ്പിക്കുക. ദൈവമേ, എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക?
എത്ര നല്ല സ്നേഹമേ. ഈശോ സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗം നമുക്ക് പറഞ്ഞു തന്നു. മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട് എങ്ങനെയാകണമെന്നാണ് ഈശോ പറഞ്ഞത്? നമുക്ക് ഈ വചനഭാഗം ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യം നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈശോ പറയുകയാണ്, മാനസാന്തരപ്പെട്ട് ശിശുക്കളുടെ പോലെ ആകുന്നവരുടേതാണ് സ്വർഗരാജ്യം. മാനസാന്തരപ്പെട്ട് ശിശുക്കളുടെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കില്ല. അപ്പോൾ സ്വർഗരാജ്യത്തിൽ ഈശോയുടെ ജീവിതകാലം മുഴുവൻ, അപ്പോൾ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ, സ്വർഗരാജ്യ അനുഭവം ഉണ്ടാകണമെങ്കിൽ, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ശിശുക്കളുടെ പോലെ ആകണമെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ദൈവത്തെ ചുറ്റിപ്പറ്റിയായിരിക്കണം. ഇവിടെ കെട്ടിയിട്ടിട്ട്, ഈ അൾത്താരയിൽ നമ്മുടെ ജീവിതം കെട്ടിയിട്ടിട്ട് നമ്മൾ പോകണം. എന്തിനും ഏതിനും ഓടി ദൈവത്തോട് അങ്ങനെ ചോദിക്കണം. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഞാൻ. എന്ത് ചെയ്താലും കർത്താവെ അത് അങ്ങ് ആഗ്രഹിക്കുന്നതാണോ എന്ന് ചോദിച്ചറിഞ്ഞിട്ട് അതുമാത്രം പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഫോൺ വിളിച്ച് ചോദിക്കും, എന്താണ് ചെയ്യേണ്ടത്? ഇത് എടുക്കണോ, ഇതെടുക്കണോ, 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 ഈ ആലോചന എടുക്കണോ, ആ വിവാഹാലോചന എടുക്കണോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് നടക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോ കാര്യവും ദൈവത്തോട് ചോദിച്ച് ചെയ്യുന്നവരുണ്ട്. ദൈവത്തോട് ചോദിച്ച്, അപ്പോൾ ദൈവത്തോട് ചോദിച്ച് ദൈവത്തെ ചുറ്റിപ്പറ്റിയായിരിക്കണം നമ്മുടെ ജീവിതം. ശിശുക്കളുടെ പോലെ ആകണമെങ്കിൽ ദൈവത്തെ ചുറ്റിപ്പറ്റിയായിരിക്കണം. കാരണം അവരുടെ ലോകം അമ്മയാണ് എന്നാണ് പറയുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശിശുക്കളുടെ ഒരു പ്രത്യേകത, അവർ അമ്മ പറയുന്നതിലും അമ്മ എന്തു ചെയ്യുന്നു അതിലാണ് വിശ്വസിക്കുന്നത്. അമ്മ പറയുകയാണ് ഇതാണ് ഇത് എന്ന് പറഞ്ഞാൽ അമ്മ, ഈ കുഞ്ഞ് അത് വിശ്വസിക്കും. ഇത് സൂര്യനാണ്, ഇത് ചന്ദ്രനാണ് എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നത് ആരാണ്? അമ്മയാണ്. അമ്മയാണ് കൊച്ചിനെ കയ്യിലെടുത്തുകൊണ്ട്, ദേ അത് കാക്കയാണ് കേട്ടോ, ദേ ഇത് പൂവ് കണ്ടോ, ഇതിൻ്റെ കളറ് കണ്ടോ എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്? അമ്മയാണ്. അപ്പോൾ അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്നു. അമ്മയിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ശിശുക്കളുടെ മനോഭാവമുള്ളവർ. ഈശോ തൻ്റെ ജീവിതം വഴി ഈ ശിശുത്വം ഈശോ ജീവിച്ചു എന്നുള്ളതാണ്. ഈ ശിശുത്വം നമുക്ക് കാണിച്ചു തന്നു. ഈശോ ജീവിക്കാത്ത ഒരു കാര്യമല്ല പ്രസംഗിച്ചത്. ഈശോ ഒരിക്കലും അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾ ശിശുക്കളെ പോലെ ആകാൻ പറഞ്ഞപ്പോൾ ഈശോ ശിശുക്കളെ പോലെ എല്ലാ കാര്യങ്ങളും, ഞാൻ എൻ്റെ പിതാവിൽ വിശ്വസിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ എന്നെ ഭരമേൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവസാനം ഈശോ മരിക്കുന്ന സമയത്ത് അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവിൻ്റെ കരങ്ങളിൽ തൂങ്ങിക്കിടക്കുകയാണ് താൻ എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഈശോയ്ക്ക് കുരിശിലെ പീഡകൾ മുഴുവനും സഹിക്കാനായത്. ഇതുപോലെ എല്ലാം ഈശോ എനിക്ക് പറഞ്ഞു തരും, ഈശോ തരും, ദൈവം തരും എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം. ശിശുക്കളുടെ ഒരു മനോഭാവമാണ്. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്താണ്? അവരെന്തു സംഭവിച്ചാലും അമ്മേ എന്നായിരിക്കും വിളിക്കുക. അമ്മേ എന്ന് പറഞ്ഞ ആൾക്കറിയുക, ആശ്രയബോധം, ദൈവത്തിലുള്ള ആശ്രയബോധം ഉണ്ടാകും. അമ്മേ എന്ന് വിളിച്ച് അവർ കരയും. ഒരു സംഭവം പറയാം. ഞാൻ വാഗമണ്ണിൽ ഒരു കൊച്ചാശ്രമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. മണ്ണൊക്കെ കൊണ്ടുണ്ടാക്കിയ മണ്ണ് എന്ന് പറയുമ്പോൾ എല്ലാ വീടും അങ്ങനെ അല്ലേ, മണലൊക്കെ ചേർത്തല്ലേ. ഇത് കളിമണ്ണിങ്ങനെ ചേർത്ത് വെച്ച് പൊത്തി വെച്ചുണ്ടാക്കിയേക്കുന്ന ഒരു വീടാണ്. പഴയൊരു വീടാണ്. 60-70 വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു വീടാണത്. വളരെ പഴയ വീട്, ഓടിട്ടൊരു വീട്. പരിമിതമായ സൗകര്യങ്ങളാണ് അതിനുള്ളത്, ആ വീട്ടിനുള്ളത്. ഞാൻ അവിടെ ചെന്ന്, അവിടെയാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു പ്രത്യേക ശൈലിയിൽ ജീവിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഞാൻ പോയ സ്ഥലം അതാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ആരെയും കണ്ടില്ല, ആരെയും ഞാൻ കാണാറില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ എന്നെ കാണാനായിട്ട്
വന്ന് ഒരു ഫാമിലി വന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചു ചോദിച്ചു, നേരത്തെ ബുക്ക് ചെയ്താണ് അവർ വരിക. അവരെന്നോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്കൊന്ന് കാണണം, ഒരു ഡേറ്റ് ഞങ്ങൾക്ക് തരുമോ? ഞാൻ ഇന്ന ഡേറ്റിൽ വരാൻ പറഞ്ഞു. അവർ വന്നിറങ്ങി. ഒരു ഫാമിലിക്ക് ഞാൻ അനുവാദം കൊടുത്തുള്ളൂ. പക്ഷേ അവർ വന്നപ്പോൾ അവരുടെ ചേട്ടനനിയന്മാർ, സഹോദരങ്ങളെല്ലാവരും കൂടി ഒരു 3-4 ഫാമിലി വന്നിട്ടുണ്ട്. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2 വണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. വാതിൽ തുറന്ന കുട്ടികളിങ്ങനെ ചെതറി ഓടുക. ഇഷ്ടംപോലെ കുട്ടികൾ, നെല്ലിക്കക്കൊട്ട ചുരിഞ്ഞതുപോലെ കുട്ടികൾ. അങ്ങനെ കുട്ടികൾ ഇങ്ങനെ ചെതറി ഓടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. ഞാനിതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കുട്ടികൾ ഓടി വന്നു. നേരെ അച്ഛാ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് നേരെ പോക്കാണ്. അവർക്കൊന്നും ചിന്തയൊന്നുമില്ല, വേറെ ചിന്തയൊന്നുമില്ല. അവർക്ക് ഇത് ആശ്രമമാണെന്നോ അച്ഛൻ താമസിക്കുന്ന സ്ഥലമാണെന്നോ അച്ഛൻ കിടക്കുന്ന സ്ഥലമാണെന്നോ അങ്ങനെയൊന്നുമില്ല. അവരെല്ലാ മുറിയിലും പോയി നോക്കി. അപ്പോൾ എനിക്ക് അവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. ആ ഒരു കൊച്ചു വീട് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ചെറിയ കുടിലുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ വന്നിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ ചാപ്പലിലിരുന്ന് ഓരോരുത്തരെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു ചേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികളിൽ ഒരാളകത്തേക്ക് വാതിൽ തള്ളി തുറന്ന് കയറി വന്നു. ബാക്കിയുള്ളവരെല്ലാം ഈ അൾത്താരയുടെ പകുതി വരുന്ന രീതിയിലുള്ള ഒരു വരാന്ത ഈ കെട്ടിടത്തിന് ചുറ്റുമുണ്ട്, ഈ ഭവനത്തിന് ചുറ്റുമുണ്ട്. അവിടെയാണ് എല്ലാവരും റെസ്റ്റ് ചെയ്യുക. നല്ല സുഖമാണ്, നല്ല കാറ്റുണ്ട്, ഭംഗിയായിട്ടൊക്കെ അവിടെ ഇരിക്കാം. അപ്പോൾ അവിടെ എല്ലാവരും ഇരിക്കുന്നു. ഞാനിങ്ങനെ അകത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ച് കയറി വന്നു. അപ്പോൾ അപ്പം പറഞ്ഞു, ഇറങ്ങിപ്പോടാ. കൊച്ചു പറഞ്ഞു, ഞാൻ പോവില്ല. കൊച്ചിങ്ങനെ കൈ ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഞാൻ പോവില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്നും അവനെ വഴക്കൊന്നും പറയണ്ട, നമുക്ക് സംസാരിക്കാം. ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ കുട്ടിപ്പട്ടാളം മുഴുവനും കയറി വന്നിട്ട് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ കുട്ടികളെ നോക്കി. അവിടെ ഒരു ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപമുണ്ട്, ഒരു വലിയ രൂപമാണ്. ആ രൂപത്തിൻ്റെ താഴെ ഒരു ചെറിയൊരു മിഖായേൽ മാലാഖയുടെ സ്റ്റാച്ചു ഉണ്ട്, വിശുദ്ധ ഗബ്രിയേലിൻ്റെ സ്റ്റാച്ചു ഉണ്ട്, അതുപോലെ വിശുദ്ധ ഫിലോമിനയുടെ സ്റ്റാച്ചു ഉണ്ട്, പിന്നെ ഒരു ഉണ്ണീശോയുമുണ്ട്. ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു കൊച്ച് ആ ഉണ്ണീശോയെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഉണ്ണീശോ എടുത്തു. എന്നിട്ട് പറയുക, ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുപോകുക. കൊച്ചി കുളിപ്പിക്കാനായിട്ട് ഈ ഉണ്ണീശോയായിട്ട് ഒരൊറ്റ ഓട്ടം. പുറകെ മിഖായേൽ മാലാഖയും പോയി, ഗബ്രിയേലും പോയി, വിശുദ്ധ ഫിലോമിനയും പോയി. എല്ലാം ഇങ്ങനെ പറന്നു പോകുക കുട്ടികൾ. എൻ്റെ ഉള്ളിൽ ആന്തല, ഞാൻ ഇത് എത്ര പൈസ കൊടുത്ത് മേടിച്ചു വെച്ചതാണ്. ഇവരോട് ഇത് പറഞ്ഞാൽ ഈ മാതാപിതാക്കളാണെങ്കിൽ ഇത് ശ്രദ്ധിക്കണ പോലുമില്ല. ഈ മാതാപിതാക്കൾ. എനിക്ക് പിന്നെ അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറക്കണില്ല. ഇവർ എന്തുകൊണ്ട് കുളിപ്പിക്കും? മണ്ണുകൊണ്ട് കുളിപ്പിക്കോ അല്ലെങ്കിൽ വെള്ളം കൊണ്ട് കുളിപ്പിക്കോ എന്നുള്ള ചിന്തയാണ്. ഈ ഉണ്ണീശോ ആണെങ്കിൽ വളരെ വളരെ പ്രേഷ്യസ് ആയിട്ടുള്ള ഒരു ഉണ്ണീശോയാണ്. ഞാനങ്ങനെ ചിന്തയോടുകൂടി വളരെ വിഷമിച്ച് ഞാൻ അയാളോട് പറഞ്ഞു, നമുക്ക് പുറത്തിരിക്കാം, കാരണം ഇവർ ചെയ്യണം, എനിക്ക് കാണണമല്ലോ. അതുകൊണ്ട് ഞാൻ പുറത്ത് ഈ കട്ടളപ്പടിയിൽ ഞാനിരുന്നു, അയാൾ താഴെ ഇരുന്നു. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാവാം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ കുട്ടികൾ ഈ ഉണ്ണീശോനെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുകയാണ്. മാലാഖേനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുന്നു, ഫിലോമിനേനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുന്നു. ഇവർക്കിത് വിശുദ്ധരാണെന്ന, സ്റ്റാച്ചു ആണെന്ന, ഭക്തിപൂർവ്വം വണങ്ങേണ്ടതാണെന്നുള്ള ഒരു ബോധമൊന്നുമില്ല. അതിങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വരാന്തയിൽ ഞാൻ എറണാകുളത്തുനിന്ന് വന്നപ്പോൾ ഒരു റോസച്ചെടി മേടിച്ചുകൊണ്ട് വന്നിട്ട് ആ ചെടിച്ചട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്, അത് മാറ്റിവെക്കുക. ഈ കുട്ടികൾ ഓടുമ്പോൾ അത് ശരിയല്ല. ഈ കുട്ടികൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചു. ഒരു കൊച്ച് ഓടി ആ ചെടിച്ചട്ടി തട്ടി താഴെ വീണു. ചെടിച്ചട്ടി പൊട്ടി. ചെടി വേറെ, മണ്ണ് വേറെ, പൊട്ടിയ കഷ്ണങ്ങൾ വേറെ, ഇങ്ങനെ കിടക്കുക. പിൻ പോയിൻറ്റ് സൈലൻസ്. ഓടിയിരുന്നവരെല്ലാം നിശ്ചലരായി. സംസാരിച്ചിരുന്ന ചേച്ചിമാരും തമാശ പറഞ്ഞവരെല്ലാവരും പിൻ പോയിൻറ്റ് സൈലൻസിലേക്ക് കടന്നു വന്നു. എനിക്കന്ന് ഇത്രയും താടിയൊന്നും ഇല്ല കേട്ടോ, അന്ന് ചെറിയ താടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ആ കൊച്ചിനെ നോക്കാൻ പോയില്ല. കൊച്ചിനെ അപ്പം നോക്കിക്കഴിഞ്ഞാൽ കൊച്ചു പേടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിങ്ങനെ തന്നെ നേരെ നോക്കിയിരുന്നു. എന്നാലും എനിക്കൊരു ആകാംക്ഷ ഒന്ന് നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ കൊച്ചിനെ നോക്കി. ഞാൻ കൊച്ചിനെ ഒന്നും വഴക്ക് പറഞ്ഞിട്ടില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനിങ്ങനെ കൊച്ചിനെ പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയ സമയത്ത് ഈ കൊച്ചും തിരിഞ്ഞ് എന്നെ ഒന്ന് നോക്കി. എൻ്റെ കണ്ണിലേക്ക് നോക്കിയതും ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല. എൻ്റെ മനസ്സിൽ സങ്കടമുണ്ട്, പക്ഷേ ഒരു ദേഷ്യത്തിൻ്റെ വികാരവും ഇല്ല. അത്രയും വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ കുഞ്ഞ് അപ്പോൾ ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ?
ഇങ്ങനെ നോക്കിയിട്ട് അപ്പാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഈ തൊട്ടടുത്ത് നിൽക്കണ അപ്പൻ്റെ കഴുത്തിലേക്ക് ഒരൊറ്റ ചാട്ടം, ഇങ്ങനെ കയറി തൂങ്ങിക്കിടക്കുക കൊച്ച്. അപ്പനാണെങ്കിൽ വട്ടം കൊച്ചിനെ കെട്ടിപ്പിടിച്ചിട്ട് തെരുതരാ ചുംബിക്കുക. കൊച്ചിങ്ങനെ വാവിട്ട് കരയുക, അപ്പാ 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 അപ്പാ. ഞാനൊന്നും ചെയ്തിട്ടില്ല, കൊച്ചിങ്ങനെ കരഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ഇതാണ് ശിശുത്വം എന്ന് പറയുന്നത്. എന്തൊക്കെ തെറ്റുപറ്റിയാലും എനിക്ക് തൂങ്ങിക്കിടക്കാൻ ഒരപ്പനുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് തൂങ്ങിക്കിടക്കാൻ ഒരപ്പനുണ്ട്, അപ്പൻ്റെ കഴുത്തുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഈ അപ്പൻ്റെ കഴുത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് കുഞ്ഞ്, തൂങ്ങിക്കിടക്കുകയാണ്. നമുക്കിതുപോലെ ഈശോ അതാ പറഞ്ഞത്, എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ പിതാവുണ്ട് എന്നുള്ള ചിന്തയാണ് ഈശോയെ കാൽവരിയിലേക്കുള്ള വഴിയിൽ ഈശോയെ ശക്തിപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കഥനം നിറഞ്ഞ കാൽവരി യാത്രകളുണ്ട്. ജീവിതത്തിൽ എല്ലാവർക്കും കുരിശുകളുണ്ട്. ഈ കുരിശുകൾ വഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ദൈവം തന്ന കുരിശാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ചിലർ കള്ളൻ്റെ കുരിശ് ചുമക്കും. കള്ളൻ്റെ കുരിശ് ചുമക്കുന്നവരെ നമുക്ക് മനസ്സിലാവും. കള്ളൻ്റെ കുരിശ് എപ്പോഴും എന്ത് ചെയ്യും? പരാതി പറഞ്ഞുകൊണ്ടിരിക്കും, പരിഭവപ്പെട്ടുകൊണ്ടിരിക്കും. അവൻ കാരണമാണ്, ഇവൻ കാരണമാണ്. കാൽവരിയിൽ നമ്മൾ 3 കുരിശ് കാണുമല്ലോ. അതിലേത് കുരിശാണ് നമ്മൾ ജീവിതത്തിൽ ചുമക്കുന്നത് എന്ന് നമ്മൾ തീരുമാനം എടുക്കണം. കർത്താവ് തന്ന കുരിശാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന് പരാതി ഉണ്ടാവില്ല. അത് പിതാവിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് ഈശോ പറഞ്ഞ് സമർപ്പിക്കുന്നത് പോലെ ആയിരിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മളിന്നിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവാശ്രയബോധം ഉണ്ടാവണം. ദൈവാശ്രയബോധം. എന്തു വന്നാലും എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള ചിന്ത, അവിടുന്ന് എൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മളെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. ഇനി കുട്ടികളുടെ വേറൊരു പ്രത്യേകതയാണ്, ഈ കുട്ടികളായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ പറയണ കാര്യം എന്താ? നമുക്ക് വീട്ടിൽ പോകാം, അമ്മേ വീട്ടിൽ പോകാം. അമ്മ പറയും മിണ്ടാതിരിക്കെ, വീട്ടിൽ പോകാം, അപ്പ വീട്ടിൽ പോകാം. കുട്ടികൾക്ക് വീടിനെക്കുറിച്ച് ചിന്തയുണ്ട്, നമുക്ക് വീടിനെക്കുറിച്ച് ചിന്തയില്ലെങ്കിലും കുട്ടികൾക്ക് വീട് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്കുണ്ട് എന്നുള്ളത് കുട്ടികൾക്കാണ് നല്ല ഉറപ്പുള്ളത്. ഈ ഉറപ്പുണ്ടാവണം നമുക്ക്. ഇതാണ് ശിശുത്വത്തിൻ്റെ വേറൊരു മനോഭാവം. എനിക്ക് സ്വർഗരാജ്യമുണ്ട്, പിതാവിൻ്റെ ഭവനമുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവണം. ശിശുക്കളെ പോലെ ആകാനായിട്ട് ഈശോ ആഗ്രഹിക്കുമ്പോൾ, നമ്മളോട് പറയുമ്പോൾ, മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകാൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നീട് ഈ ശിശുക്കളുടെ വേറൊരു പ്രത്യേകത, അമ്മ തല്ലിയാലും അമ്മ വഴക്ക് പറഞ്ഞാലും ഈ കുട്ടികൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. തല്ലിക്കഴിഞ്ഞാലും അമ്മയെ വഴക്കിട്ടൊന്നും നടക്കുന്നില്ല, അമ്മയെ തന്നെ കെട്ടിപ്പിടിച്ച് കരയും. ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു തെറ്റുകൾക്ക്, കുറവുകൾക്ക്, പോരായ്മകൾക്ക് ചെറിയ ശിക്ഷകൾ അനുവദിക്കുമ്പോൾ ആ ദൈവത്തെ തന്നെ കെട്ടിപ്പിടിച്ച് കരയാനുള്ളൊരു മനോഭാവം ഉണ്ടാകണമെന്നാണ് ശിശുക്കളെ പോലെ നിങ്ങളാകുവിനെന്ന് ഈശോ പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇനി ശിശുക്കൾ വേദനിപ്പിച്ചവരെയും തന്നെ നുള്ളി നോവിച്ചവരെയും ഒന്നും ഇങ്ങനെ എപ്പോഴും ഓർത്തിരിക്കുകയൊന്നുമില്ല. ഓർത്തിരിക്കില്ല, അവർ മറന്നുപോകും. പക്ഷെ നമ്മൾ ഓർത്തിരിക്കും, മുതിർന്നവരത് ഓർത്തിരിക്കും. അപ്പോൾ അവർക്ക് ഉള്ള ആ മറവി, അതെന്ന് പറഞ്ഞാൽ മറക്കാനും പൊറുക്കാനുമുള്ള ഒരു കഴിവ് അത് നമുക്കുണ്ടാകണം. അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായി നമ്മൾ കൊണ്ട് നടക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈശോ ആഗ്രഹിക്കുന്നത് ഇപ്രകാരമുള്ളൊരു ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഇടപെടാനാണ് ഈശോ ആഗ്രഹിക്കുക. മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നവർക്കാണ് സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ശിശുത്വത്തിൻ്റെ മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അതുപോലെ ശിശുക്കൾ ചെയ്യുന്ന ഒരു കാര്യം, അവരെന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നത് വരെ അവർ കിടന്ന് കരയും. കിട്ടുന്നത് വരെ. നമുക്കും ശാഠ്യം പിടിക്കാൻ ഒരു പിതാവുണ്ട്. പിതാവിനോട് ചോദിച്ച് നമുക്ക് മേടിക്കാം. പിതാവെ എനിക്കത് തരണം, അത് ചെയ്തു കൊടുക്കണം. ലാസറിൻ്റെ ശവകുടീരത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം, എൻ്റെ സ്വർഗീയ പിതാവേ, ഞാനിത് ആവശ്യപ്പെടുകയാണ്, ഈ ജനത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്നെ സ്നേഹിക്കുന്ന സഹോദരങ്ങളാണിത്, ഇവർക്ക് വേണ്ടി ഞാൻ ഇവൻ്റെ ജീവനെ തിരികെ നൽകണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന പോലെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. കുട്ടികൾ
പിന്നെ വേറൊരു പ്രത്യേകതയാണ്, കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് കരയും. ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കരയുള്ളൂ. ആരും ഇല്ലെങ്കിൽ പൊടിയും തട്ടി എഴുന്നേറ്റ് പോകും. ആരുമുണ്ട് നമ്മളങ്ങനെ ഈ ആരെങ്കിലുമൊക്കെ കുട്ടികൾ വീണ് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, എല്ലാവരും ഓടി വരും. കുട്ടികൾ വീണ് കഴിഞ്ഞാൽ ഓടി വരും അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. അയ്യോ കൊച്ച് വീണു, എൻ്റെ കൊച്ച് എന്നും പറഞ്ഞ് വരും. അപ്പോൾ ഇതുപോലെ നിഷ്കളങ്ക സ്വഭാവം ഉണ്ട് എങ്കിൽ നമ്മൾ വീണാലും മറ്റുള്ളവർ താങ്ങാനുണ്ടാവും, നമ്മളോട് സഹതപിക്കാനുണ്ടാവും. അപ്പോൾ ശിശുക്കളെ പോലെ നിഷ്കളങ്ക സ്വഭാവത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് നമുക്ക് ശ്രമിക്കാം.